കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി സർവകലാശാല സിൻഡിക്കേറ്റും സർക്കാരും. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സർവകലാശാല ചട്ടപ്രകാരം അനുമതിയില്ലെന്നാണ് സിൻഡിക്കേറ്റിന്റെയും രജിസ്ട്രാറുടെയും വാദം. ഗവർണറുടെ ശുപാർശയെ തുടർന്നുള്ള നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ തീരുമാനം. ഒപ്പം സിൻഡിക്കേറ്റും സംസ്ഥാന സർക്കാരും വിഷയത്തെ നിയമപരമായി നേരിടാനും സാധ്യതയുണ്ട്. ഇതോടെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ പോര് കടുക്കുമെന്ന സൂചനയും വ്യക്തം. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സംഘപരിവാർ സംഘടന നടത്തിയ പരിപാടിയിൽ പൊതുസ്ഥാപനത്തിൽ RSS പതാകയേന്തിയ ഭാരതാംബ ചിത്രം വെച്ച് പൂജിക്കാൻ ശ്രമിച്ചതായിരുന്നു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അതിൽ രജിസ്ട്രാർ ഇടപെട്ടതാണ് വിഷയം വഷളാക്കിയത്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതനിരപേക്ഷതയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കാരണത്താൽ രജിസ്ട്രാറെ ചാൻസലറുടെ നിർദ്ദേശപ്രകാരം VC പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. രജിസ്ട്രാറെ ഭരണഘടന നൽകി സ്വീകരിക്കാനാണ് SFIയുടെ തീരുമാനം. സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിൽ VC രജിസ്ട്രാർക്കെതിരെ നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരുന്നു നടപടി. രജിസ്ട്രാർ പ്രൊഫസർ KS അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മലാണ് സസ്പെൻഡ് ചെയ്തത്. ഗവർണർ മുഖ്യാതിഥിയായി എത്തിയ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല VCയോട് രാജ്ഭവൻ വിശദീകരണം തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. നടപടിയെ നിയമപരമായി നേരിടുമെന്നാണ് സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിന് പിന്നാലെ രജിസ്ട്രാർ പ്രൊഫസർ KS അനിൽകുമാർ പ്രതികരിച്ചത്. പിന്നാലെ രജിസ്ട്രാർക്ക് പിന്തുണയുമായി മന്ത്രി R ബിന്ദുവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തിയിരുന്നു. നടപടിയിൽ പ്രതിഷേധിച്ച് SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു.